വാഹനക്കടത്തിൽ കള്ളപ്പണ സംഘങ്ങളും കടത്തിയെത്തിച്ച ആഡംബര വാഹനങ്ങൾക്ക് സിനിമാ വ്യവസായ മേഖലകളിലുള്ള ചിലർ പണം നൽകിയത് ബാങ്ക് ട്രാൻസാക്ഷനുകൾ ഒഴിവാക്കി നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലെത്തിച്ച വാഹനങ്ങളും കടത്തിയെത്തിച്ചത് എന്ന സംശയമുയരുകയാണ്. കൂടുതൽ വാഹന ഏജന്റുമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ഈ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു, കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, അതായത് അനധികൃതമായിട്ട് കൈവശം വരുന്ന പണം വെളുപ്പിക്കുന്നതിനായിട്ട് ബാങ്ക് വഴി അല്ലാതെ ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കി, അതായത് ബാങ്ക് വഴി അല്ലാതെ പണം കൈമാറിക്കൊണ്ട് ആഡംബര വാഹനങ്ങൾ പലരും സ്വന്തമാക്കിയെന്നാണ് നിലവിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇവരിൽ സിനിമാക്കാരുണ്ട്, വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ ഈ കള്ളപ്പണ ഇടപാട് ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി നിലവിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കള്ളപ്പണ ഇടപാട് സംഘങ്ങൾ, അതായത് ഏജന്റുമാരുടെ സംഘങ്ങളാണ് മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി, അതോടൊപ്പം തന്നെ ഡൽഹി, ചെന്നൈ, ബംഗളൂരു ഇവിടങ്ങളിലാണ് ഈ കള്ളപ്പണ ഇടപാട് ഏജന്റുമാരുടെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് നിലവിൽ കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതായത് ഈ ദുരൂഹമായിട്ടുള്ള വാഹന ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ട്. കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ട് ആ പണം വെളുപ്പിക്കുന്നതിനായിട്ട് സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ആ പണം ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കോടികളുടെ കള്ളപ്പണ ഇടപാട് ഈ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ വാഹന വിൽപ്പന വിപണിയിൽ നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ചില ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഏജന്റുമാരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ വാഹന ഏജന്റുമാർ. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ അവർക്ക് സമൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ കൂടി നിലവിൽ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത പല വാഹനങ്ങളും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അവ കേരളത്തിലെ നിരത്തുകളിൽ ഓടുകയും ചെയ്യുന്നുണ്ട്. ഈ നാഗാലാൻഡിൽ വാഹനങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഭൂട്ടാനിൽ നിന്നുമാണ്. ആ വാഹനങ്ങളാണ് പിന്നീട് സിനിമാക്കാരും അതോടൊപ്പം തന്നെ വ്യവസായികളും വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന് പിന്നിലും തിരുവനന്തപുരം, കൊല്ലം മേഖലകളിൽ പ്രവർത്തിക്കുന്ന വാഹന ഏജന്റുമാരാണെന്നാണ് പറയുന്നത്. അവരാണ് കള്ളപ്പണ ഇടപാടും നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർണ്ണമായും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കൂടുതൽ പേർക്ക്, പ്രത്യേകിച്ച് ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് സമൻസ് നൽകുകയെന്നാണ് കസ്റ്റംസ് അറിയിച്ചിട്ടുള്ളത്. രാഖി, വാഹനക്കടത്തിൽ കള്ളപ്പണ സംഘങ്ങളും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് കൂടുതൽ പേരിലേക്ക്, വാഹന ഏജന്റുമാരിലേക്ക് അടക്കം കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നു കസ്റ്റംസ് എന്നുള്ളതാണ്.